ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കുക്കറിനകത്ത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, നമ്മുടെ ഗ്രീൻ പീസ്, ഇത് ഇത്രയിട്ട് ഞാനൊന്ന് വേവിക്കട്ടെ. ഇത്തിരി പൊടിയിട്ട് വേവിക്കണം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് വേവിക്കാമേ. കുക്കർ അടച്ച് വെച്ച് നമുക്ക് കത്തിക്കാം. അപ്പം അതൊന്ന് വേവട്ടെ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ്: കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ ചേരുവാണ് കുറച്ച് തേങ്ങ, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ധനിയാപ്പത്തി. ഇത് മൂന്നും കൂടെ അരച്ചിട്ട് കൊണ്ടുവരാമേ. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനം നമുക്ക് അടുത്തത് വഴറ്റാണ്. ഉള്ളി വഴറ്റാം. അപ്പം അത് കത്തിച്ച് നമുക്കിത്തിരി എണ്ണ ഒഴിക്കാം. കടുക് വറുക്കണമെന്ന് വേണമെങ്കിൽ കടുക് വറുത്താൽ മതി. ഇഞ്ചി, അതിൻ്റെ കൂടെ ഞാൻ ജീരകമാണ്, കുറച്ച് ജീരകം ഇടുന്നുണ്ട്. കുറച്ച് കടുക്, ഒരു ലേശം കടുക്. ഇതിന് ഇടുന്നില്ല, ഗ്രീൻ പീസിന് എൻ്റെ ഒരു ഇതിന് ഇടുന്നതേ ഉള്ളൂ. അപ്പം അതിട്ട് വറച്ച് ഒരു മുളകും കൂടെ ഇടാമേ. പിന്നെ നമ്മുടെ ഒരു പത്ത ഇടാമേ. ഇട്ട് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി, ജീരകം ഇടണം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടണം. അതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയും ഉള്ളി, 2 സവോളയാണ്. സവോളയും പച്ചമുളക്. ഇത് എൻ്റെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്, നല്ല കളറാണ്. ഞാനത് കാണിച്ചില്ല. ഇത് എൻ്റെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്. കുറേശ്ശേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം അത് അത്രയിട്ട് അപ്പം ഇതൊന്ന് വരണമെങ്കിൽ നമ്മളിച്ചിരി ഉപ്പിടാമേ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തക്കാളി ഇടുന്നേ. പിന്നെ ഞാൻ ആ തേങ്ങയുടെ കൂടെ 2 ഏലക്ക അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ശകലം ഒരു ഇതിലും മുളക് ശകലം ഇടുന്നുണ്ട്. ഇത്തിരി മല്ലിപ്പൊടി, എല്ലാം ലേശം മേശയുള്ള. അപ്പോൾ അതിട്ട് ഇത്തിരി ഗരം മസാലയാണ് ഇതിൻ്റെ കൂടെ. ഞാൻ പട്ടയൊന്നും ഇട്ടിട്ടില്ല, ഗരം മസാല ഇച്ചിരി ഇടുന്നുണ്ട്. അപ്പോൾ അതിട്ട് നമ്മൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടെയാണ് വേവിച്ചിരിക്കുന്നത്. അതിലൊന്നും നല്ലപോലെ ഒന്ന് വഴണ്ടി വിട്ടട്ടെ. അപ്പം നമ്മൾ ഇത് നല്ലപോലെ വഴണ്ടി. ഇനി നമ്മൾ തേങ്ങ അരച്ചതാണ്. മല്ലിയിലയും തേങ്ങയും പെരിഞ്ചീരവും കൂടെ അരച്ചാണ്. അപ്പം ഇതിനകത്തോട്ട് ചേർക്കണേ. ഇതൊന്ന് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിക്കാവേ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച ഗ്രീൻ പീസ് ഇടാമേ. ഓക്കെ. അപ്പോൾ നമ്മുടെ
പിന്നെ നമ്മുടെ ഇത് നല്ലപോലെ വെന്ത് ഇനി നമുക്ക് ഈ ക്യാരറ്റും ഈ ഗ്രീൻ പീസും എല്ലാം കൂടെ ഒഴിക്കാമേ. നമ്മുടെ ക്യാരറ്റും ഗ്രീൻ പീസും എല്ലാം റെഡിയായി. നമുക്ക് കുറച്ച് പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഇടാം. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ആംചൂർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആംചൂർ മാങ്ങയുടെ പൊടിയാണ്. അതും ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അത് കുറച്ച് നമ്മുടെ ഒരു അളവിനനുസരിച്ച് ഒന്ന് ചേർക്കുന്നതേ ഉള്ളേ. അപ്പം നിങ്ങളുടെ ചേർത്ത് ഗരം മസാലയും ചേർത്ത് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായേ. അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായേ. അപ്പം നമുക്ക് ഇനി അല്പം കരിവേപ്പില ഇടാവേ. കരിവേപ്പില ഇടാം. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി. ഞാൻ അല്പം ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, നല്ല എല്ലാം കറക്റ്റാണ്. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയാണ്. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോയാണ്, വ്ളോഗ് ഇട്ടിരിക്കുകയാണ്. ഗ്രീൻ പീസ് നമ്മുടെ കേരള സ്റ്റൈലിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിനെ എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.